ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ GPR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ നൂതന അല്ലെങ്കിൽ സാങ്കേതിക സൗകര്യങ്ങൾ ഏറെയുള്ള ഈ ഉപകരണം ഉപയോഗിച്ചുള്ള ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അന്വേഷണം, ഒരു കേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്, ചേർത്തലയിലെ പള്ളിപ്പുറത്ത് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ അസ്ഥികൾ കണ്ടെത്താൻ, ഭൂമിക്കടിയിലെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ടാങ്കുകളുടെയൊക്കെ സാന്നിധ്യം ഇതുവഴി കണ്ടെത്താൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിലുള്ള എന്തെങ്കിലും താഴെ ഉണ്ടെങ്കിൽ അതും ഇതിൽ ഡിറ്റക്റ്റ് ചെയ്യപ്പെടും എന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ എന്താണ് ഈ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ ഉള്ളത് എന്നതിൽ പിന്നീടുള്ള കുഴിച്ചു നടത്തിയുള്ള പരിശോധനയിലാണ് അതിൻ്റെ ഒരു കൃത്യമായ വിവരം ലഭിക്കുക. ആർക്കിയോളജിക്കൽ സർവേക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. അത്തരം ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ഉണ്ടെങ്കിൽ അതും ഇതിൽ ഡിറ്റക്റ്റ് ചെയ്യും എന്നാണ് ഈ റഡാറിനെ പറ്റിയുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ സാന്നിധ്യം, ആഴത്തിലുള്ള കട്ടിയായ കോൺക്രീറ്റിൻ്റെ പാളികൾ ഭൂമിക്കടിയിലുണ്ടെങ്കിൽ അതും കണ്ടെത്താൻ ഈ ഉപകരണം ഉപയോഗിക്കും. അപ്പോൾ ഈ കണ്ടെത്തുന്നതൊക്കെ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അവിടെ. ചിലപ്പോൾ പക്ഷേ ഈ മനുഷ്യ ശരീരാവശിഷ്ടങ്ങളാകാം, സ്റ്റോറേജ് ടാങ്കുകളാകാം, കോൺക്രീറ്റിൻ്റെ വലിയ പാളികൾ ഉണ്ടെങ്കിൽ അതാവാം, ആർക്കിയോളജിക്കലി പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആകാം. അങ്ങനെ ഈ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതാണ്. ഷഫീദ്, ഈ കേസിൽ ഇത് വളരെ നിർണായകമാണ് ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധന. ഈ റഡാർ പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെ അവിടെ ആഴത്തിലുള്ള പരിശോധന, JCB ഉപയോഗിച്ചുള്ള പരിശോധനയും ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഉറപ്പായിട്ടും വിജയകുമാർ, കാരണം ഈ അന്വേഷണം ഏതാണ്ട് വഴിമുട്ടി നിൽക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഈ അസ്ഥിയൊക്കെ ലഭിച്ചുവെങ്കിലും അതിനുശേഷം ഈ ചോദ്യം ചെയ്യൽ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാൻ സെബാസ്റ്റ്യൻ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം, അതായത് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ സഹായത്തോടുകൂടി ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഇവിടെ കൊണ്ടുവന്ന് പരിശോധന നടത്തുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ സ്പോട്ടുകൾ അത് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. മണ്ണിന്റെ ഘടനയടക്കം 2.5 മീറ്റർ ആഴത്തിൽ സൂക്ഷ്മമായി ഡിറ്റക്ട് ചെയ്ത് കണ്ടെത്താനുള്ള ശേഷി, അതാണ് ഈ മെഷീൻ ഉള്ളത്, അതായത് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിനുള്ളത്. സ്വാഭാവികമായും ഇവിടെ ഈ സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അസ്ഥികൾ, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സംസ്ഥാനങ്ങൾ, അതായത് മണ്ണിന്റെ ഘടനാമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിതിൽ ഏറ്റവും സൂക്ഷ്മമായി കാണേണ്ട ഒരു കാര്യം, ഈ നിലവിൽ ഇപ്പോൾ നമുക്കറിയാം ഈ ജൈനുമയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണം സ്വാഭാവികമായും അതിന്റെ ഏതെങ്കിലും തരത്തിൽ അത് കൊലപ്പെടുത്തി അത് ഇവിടെ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ സബ്സ്റ്റൻസുകളിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട്. നിലവിൽ അങ്ങനെ കണ്ടെത്തിയ ഒരു ചരിത്രം ഈ സംവിധാനത്തിൽ ഇല്ലെങ്കിൽ കൂടി നിലവിൽ ശാസ്ത്രീയമായി നമുക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയാണ് ഇതിന് പിന്നിലെന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ ഇപ്പോൾ ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പരിശോധന നടക്കുന്നത്. നമുക്കറിയാം 2006 മുതൽ 2024 വരെയുള്ള കേസുകൾ, അതിൽ ആദ്യത്തെ കേസ് 2006 ബിന്ദു പത്മനാഭനാണ്. അതിൽ നമ്മളൊരു സ്കെലിട്ടൺ സാധ്യതകൾ മാത്രമാണ് കാണുന്നത്. രണ്ടാമത്തെ കേസാകട്ടെ ആയുഷയാണ്, 2012 സമയത്ത് ആയുഷ ആണ്. സ്വാഭാവികമായും ആ കേസിൽ നിലവിൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാധാരണ ഈ സ്കെലിട്ടൺ റീഅറേഞ്ചിങ് എന്ന് പറയപ്പെടുന്ന ഒരു ഫോറൻസിക് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, ആ ബോണിന്റെ എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ DNA പരിശോധന എന്നതിനപ്പുറത്തേക്ക് മറ്റു ചില സാധ്യതകൾ ഫോറൻസിക് നോക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് നോക്കാം. ജൈനമ്മയുടെ കാര്യത്തിലാകട്ടെ അത് വളരെ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ. ഡിസംബറിലാണ് ആ സംഭവം നടന്നുവെന്ന് പോലീസ് കരുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഈ ബോഡി സബ്സ്റ്റൻസുകളുടെ അവശിഷ്ടങ്ങൾ സ്വാഭാവികമായും കണ്ടെത്താൻ കഴിയും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ പരിശോധന. നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അയൽവാസി പറഞ്ഞതിന് ശേഷവും 2 സ്പോട്ടുകൾ അധികം മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12 സ്പോട്ടുകൾ. ആ സ്പോട്ടുകളിൽ ഏതാണ്ട് 4 സ്പോട്ടുകൾ ഇതിനോടകം തന്നെ മണ്ണ് നീക്കി പരിശോധന നടത്തി. കാര്യമായി ഒന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വീടിന്റെ തൊട്ട് മുൻവശം നേരത്തെ പരിശോധന നടത്തി, അതായത് കഴിഞ്ഞ ദിവസം JCB ഉപയോഗിച്ച് പരിശോധന നടത്തിയതിന് തൊട്ട് സമീപത്തായി മറ്റു ചില പുതിയ സ്പോട്ടുകൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2.5 മീറ്ററിന് താഴേക്ക് 2.5 to 5 എന്നുള്ളതാണ് ഈ റഡാറിന്റെ, അതായത് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിന്റെ ഒരു മെഷർമെന്റ്, അതല്ലെങ്കിൽ അതിന്റെ ആഴം അത് കൃത്യമായി എത്തുന്ന ഒരു രീതി എന്ന് പറയപ്പെടുന്നത് അത്രയും ദൂരം മാത്രമാണ്. അതിന് താഴേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ശാസ്ത്രീയ പരിശോധന മെത്തേഡ്, ശാസ്ത്രീയ പരിശോധനാ രീതി അത് നോക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. ഏതായാലും പുതിയ സ്പോട്ടുകൾ മുഴുവൻ പരിശോധിക്കും. മണ്ണുമാന്തി നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് വീടിന്റെ അകത്ത് സ്പോട്ടുകൾ ഉണ്ട് എന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. കാരണം
അയൽവാസി നേരത്തെ പറഞ്ഞത് അത് സ്പോട്ടുകൾ ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ വീടിനകത്ത് സ്പോട്ടുകളുണ്ട്. അവിടെ പരിശോധന നടത്തി. പക്ഷേ അസ്വാഭാവികമായി ഒന്നും അവിടെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിവരം നൽകുന്നുണ്ട്. ഏതായാലും ഈ പരിശോധന അതിന്റെ ആദ്യ ഘട്ടത്തിലാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഹോപ്പ്ഫുൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയും. ശരി ഷഫീദ്, ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധന വളരെ നിർണായകമാണ്, അതിൽ തർക്കമില്ല. ഏതാണ്ട് ഈ 2.5 ഏക്കർ പറമ്പിൽ ഇതുവരെ ഏതാണ്ട് 8 സ്പോട്ടുകൾ പറമ്പിൽ തന്നെ ആ വീടിന്റെ ചുറ്റുപാടും തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ കുഴിച്ചു പരിശോധിച്ചു, പക്ഷേ അവിടെ ഒന്നും എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വീണ്ടും വീണ്ടും അത്തരം സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഈ റഡാറിന്റെ പരിശോധനയിൽ. അവിടെ അത് കുഴിച്ചുള്ള തെരച്ചിലും ഇതിന് സമാന്തരമായി നടക്കുകയാണ്. ഈ മണിക്കൂറുകൾ ഈ കേസ് അന്വേഷണത്തിൽ വളരെ ക്രൂഷ്യലാണ്. എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്, അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.